നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പെരുമ്പിലാവിൽ മക്കൾക്ക് വിഷം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പ്രതി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. തമിഴ്നാട് സ്വദേശി മുത്തുവാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. പാലപ്പിള്ളി കുണ്ടായിയിൽ കാട്ടാനകളുടെ ആക്രമണത്തിൽ നിന്ന് തോട്ടം തൊഴിലാളികൾ രക്ഷപ്പെട്ടത് തലനാരിഴക്കി. ബൈക്കിൽ പോയിരുന്ന വാച്ചർ സജീവൻ, ടാപ്പിംഗ് തൊഴിലാളി റഷീദ് എന്നിവരാണ് ആനയുടെ മുമ്പിൽ അകപ്പെട്ടത്. മാതാമംഗലം വെള്ളക്കാരിത്തടത്ത് വീണ്ടും കാട്ടാന ഇറങ്ങി. കൊരട്ടിയിൽ കടവരാന്തിയിൽ നിന്നിരുന്ന യുവാവിനെ പോലീസ് അകാരണമായി മർദ്ദിച്ച സംഭവം. തൃശൂർ റൂറൽ പോലീസ് മേധാവിയോട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം. കുന്നംകുളം വടുതല ഗവൺമെന്റ് UP സ്കൂളിൽ ഭീമൻ കടന്നൽക്കൂട്. മേൽക്കൂരയിലെ ഷീറ്റിനോട് ചേർന്നാണ് കടന്നൽക്കൂട് കണ്ടെത്തിയത്. ITU ബാങ്കിന്റെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിക്ഷേപകർ ഇരിങ്ങാലക്കുട ഹെഡ് ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. പ്രതിസന്ധി മൂലം ദുരിതത്തിലായ കുടുംബങ്ങൾക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നിക്ഷേപകർ കേന്ദ്രമന്ത്രിക്ക് നിവേദനം നൽകി. വാർത്തകൾ വിശദമായി. മക്കൾക്ക് ജ്യൂസിൽ എലിവിഷം നൽകിയ ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പ്രതി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. പെരുമ്പിലാവ് ആനക്കല്ലിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശി മുത്തുവാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടത്. ഈ മാസം 5-ന് പെരുമ്പിലാവ് മുക്കിലപ്പീടികയിലുള്ള മുത്തുവിന്റെ സഹോദരി കവിതയുടെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. ഭാര്യ തന്നെ ഉപേക്ഷിച്ചു പോയതിലുള്ള വൈരാഗ്യത്തെ തുടർന്ന് മക്കളായ 7 വയസ്സുകാരൻ റിദിൻ, 6 വയസ്സുകാരി ഋതിക എന്നിവർക്ക് ജ്യൂസിൽ വിഷം നൽകിയ ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. കുട്ടികൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. സംഭവത്തെ തുടർന്ന് കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സനീഷ് SR ആശുപത്രിയിലെത്തി പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ആശുപത്രിയിൽ പോലീസ് നിരീക്ഷണത്തിൽ ചികിത്സയിൽ കഴിഞ്ഞു വരുന്നതിനിടെയാണ് മുത്തു ആശുപത്രിയിൽ നിന്ന് ചാടിപ്പോയത്. പാലപ്പിള്ളി കുണ്ടായിയിൽ റോഡിലിറങ്ങിയ കാട്ടാനകളുടെ ആക്രമണത്തിൽ നിന്ന് തോട്ടം തൊഴിലാളികൾ രക്ഷപ്പെട്ടത് തലനാരിഴക്കി. തിങ്കളാഴ്ച രാവിലെ ബൈക്കിൽ പോയിരുന്ന തൊഴിലാളികളാണ് കുണ്ടായി പാലപ്പിള്ളി റോഡിൽ ആനകളുടെ മുൻപിൽ അകപ്പെട്ടത്. കുണ്ടായി സ്വദേശിയും വാച്ചറുമായ വല്ലച്ചിറ വീട്ടിൽ സജീവൻ, ടാപ്പിംഗ് തൊഴിലാളിയായ കാരാട്ടുതൊടി റഷീദ് എന്നിവരാണ് ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. വളവുള്ള ഭാഗത്തുണ്ടായിരുന്ന ആനക്കൂട്ടത്തിൽ ഒരെണ്ണം ഇവർക്ക് നേരെ തിരിഞ്ഞതോടെ ബൈക്ക് റോഡിലിട്ട് തൊഴിലാളികൾ രക്ഷപ്പെടുകയായിരുന്നു. തൊട്ടുപുറകിലായി ബൈക്കുകളിൽ വരികയായിരുന്ന മറ്റു തൊഴിലാളികളും ബൈക്ക് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. 3 മണിക്കൂറോളം പ്രദേശത്ത് തമ്പടിച്ച ആനക്കൂട്ടം സമീപത്തെ തോട്ടത്തിലേക്ക് കടന്ന ശേഷമാണ് യാത്രക്കാർക്ക് കടന്നുപോകാനായത്. 2 കൂട്ടങ്ങളിലായി 25ഓളം ആനകളാണ് പ്രദേശത്തുള്ളത്. തോട്ടത്തിൽ ആനക്കൂട്ടം നിലയുറപ്പിച്ചതോടെ തൊഴിലാളികൾക്ക് ടാപ്പിംഗിനിറങ്ങാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. പിന്നീട് തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് ആനകളെ കാടുകയറ്റിയ ശേഷമാണ് പണിക്കിറങ്ങിയത്. തോട്ടത്തിനോട് ചേർന്നുള്ള വനാതിർത്തിയിൽ ആനകൾ ഇപ്പോഴും ഉണ്ടെന്നും ഇവ ഏതു സമയത്തും ജനവാസ മേഖലയിൽ എത്തുമെന്നും തൊഴിലാളികൾ പറയുന്നു. ചക്കിപ്പറമ്പ് ആദിവാസി ഉന്നതിക്ക് സമീപത്തുള്ള മലമ്പതിയിൽ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു. ചീനിക്കൽ റഷീദ്, കുമ്പളപ്പറമ്പിൽ ഇബ്രാഹിം എന്നിവരുടെ പറമ്പിലാണ് കാട്ടാനകൾ നാശനഷ്ടം വരുത്തിയത്. വാഴ, കവുങ്ങ്, തെങ്ങ് എന്നിവ കുത്തിമറിച്ചിട്ട ആനകൾ രാവിലെയാണ് റോഡിലും തോട്ടത്തിലും ഇറങ്ങിയത്. ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്ന ആനക്കൂട്ടത്തെ കാടുകയറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, പുതുക്കാട്. മാന്നാമംഗലം വെള്ളക്കാരിത്തടത്ത് വീണ്ടും കാട്ടാന ഇറങ്ങി. തിങ്കളാഴ്ച രാവിലെയാണ് പ്രദേശത്ത് 2 കാട്ടാനകൾ ഇറങ്ങിയത്. കാട്ടാനകൾ തോട്ടം മേഖലയിൽ ചുറ്റിക്കറങ്ങി. കാട്ടാനയെ കണ്ട് തൊഴിലാളികളും കർഷകരും സുരക്ഷിത സ്ഥലത്തേക്ക് ഓടിമാറി. കാട്ടാന ശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളക്കാരിത്തടം ജനകീയ സമിതി പ്രവർത്തകർ കെ രാജൻ MLA നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. ആനകളെ നിരീക്ഷിക്കാൻ AI സംവിധാനം ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 2 മാസമായി മേഖലയിൽ കാട്ടാന ശല്യം തുടരുകയാണ്. കൊരട്ടിയിൽ കടവരാന്തയിൽ നിന്നിരുന്ന യുവാവിനെ പോലീസ് അകാരണമായി മർദ്ദിച്ചെന്ന പരാതി തൃശൂർ റൂറൽ പോലീസ് മേധാവി അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം V. ഗീത ഉത്തരവിട്ടു. ദൃശ്യമാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ നടപടി. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുവാൻ നിർദ്ദേശം നൽകി.
ഓഗസ്റ്റ് 13-ന് തൃശൂർ PWD റെസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. ഓപ്പറേഷൻ തൂഫാനിൽ പ്രതിയാക്കുമെന്ന് പറഞ്ഞായിരുന്നു തന്നെ മർദ്ദിച്ചതെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞു. സിദ്ധാർത്ഥിന് മുഖത്തും തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് CPOക്കെതിരെ എടുത്തതെന്ന് സിദ്ധാർത്ഥ് പറയുന്നു. പോലീസുകാരനെ റൂറൽ SP അന്വേഷണ വിധേയമായി കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. കുന്നംകുളം വടുതല ഗവൺമെന്റ് UP സ്കൂളിൽ ഭീമൻ കടന്നൽക്കൂട്. കുട്ടികളുടെ സുരക്ഷ കണക്കിലെടുത്ത് സ്കൂളിന് അവധി നൽകി. തിങ്കളാഴ്ച രാവിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂളിലെത്തിയപ്പോഴാണ് സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിൽ മേൽക്കൂരയിലെ ഷീറ്റിനോട് ചേർന്ന് വലിയ രീതിയിലുള്ള കടന്നൽക്കൂട് ശ്രദ്ധയിൽപ്പെട്ടത്. ശക്തമായ കാറ്റിൽ കെട്ടിടത്തിലെ ഷീറ്റുകൾ ഇളകുമ്പോൾ കടന്നൽക്കൂടിന് ഇളക്കം തട്ടുകയും ഇത് കാരണം സമീപ പ്രദേശങ്ങളിലേക്ക് കടന്നലുകൾ കൂട്ടത്തോടെ പറന്നു നടക്കുകയും ചെയ്യുന്നത് ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് അപകട സാധ്യത കണക്കിലെടുത്ത് സ്കൂളിന് അവധി പ്രഖ്യാപിച്ചത്. ചൊവ്വാഴ്ച സ്കൂൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇരിങ്ങാലക്കുട ITU ബാങ്കിന്റെ പ്രതിസന്ധി പരിഹരിക്കണമെന്നും അടിയന്തര നടപടി ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് ബാങ്കിലെ നിക്ഷേപകർ ഇരിങ്ങാലക്കുട ഹെഡ് ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. വയോധികരായ സ്ത്രീകളടക്കം 100ഓളം പേരാണ് ബാങ്കിലെത്തിയത്. RBI എല്ലാ ഇടപാടുകളും സ്ഥിര നിക്ഷേപങ്ങളും മരവിപ്പിക്കുന്നതിനുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയതിനു ശേഷം ഒരു നിക്ഷേപകനും FDകൾ പിൻവലിക്കാനോ ക്ലോസ് ചെയ്യാനോ കഴിഞ്ഞില്ല. മരവിപ്പിക്കൽ ജൂലൈ 30 വരെയും നീട്ടിയിരിക്കുകയാണ്. കുറഞ്ഞത് 1 വർഷത്തേക്കെങ്കിലും ഇത് നീട്ടുമെന്ന് നിലവിൽ അറിയിച്ചിട്ടുണ്ട്. റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമാണ് ബാങ്കിൽ നടക്കുന്നത്. 300-ലധികം കോടി രൂപയുടെ വസ്തുക്കൾ ആസ്തിയിലുണ്ടെങ്കിലും ഇവയുടെ വിൽപ്പന നടക്കാത്തത് ബാങ്കിനെ പ്രതിസന്ധിയിലാക്കുകയാണെന്നും നിക്ഷേപകർ ഇത്തരം സ്ഥലങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായെങ്കിലും RBIയുടെ നിബന്ധനകൾ മൂലം അതും നടക്കുന്നില്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കാനും പ്രതിസന്ധി മൂലം ദുരിതത്തിലായ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് നീതി ലഭ്യമാക്കാനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെടണമെന്നും 200ഓളം പേർ ഒപ്പിട്ട നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ഇടവേള. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാർന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻസ്, സെക്കൻഡ് സ്റ്റാൻഡ്, തൃശൂർ. അറിഞ്ഞു, ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 Days ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടൂ. 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. French Dairy Pistachio Kunafa Bar. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകൾ തുടരുന്നു. KCCLന്റെ നേതൃത്വത്തിൽ കേരള വിഷൻ ഡിജിറ്റൽ TV, കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കേരള വിഷൻ ടേണിംഗ്സ് എന്നിവ സംയുക്തമായി തൃശൂരിൽ മിഷൻ 30 ബിസിനസ് മീറ്റ് സംഘടിപ്പിച്ചു. തൃശൂർ ഹോട്ടൽ മെർലിൻ ഇന്റർനാഷണലിൽ സംഘടിപ്പിച്ച മിഷൻ 30 ബിസിനസ് മീറ്റ് COA ജനറൽ സെക്രട്ടറി PB സുരേഷ് ഉദ്ഘാടനം ചെയ്തു. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. KCCL ചെയർമാൻ PP സുരേഷ് കുമാർ മിഷൻ 30ലേക്കുള്ള ആക്ഷൻ പ്ലാൻ അവതരിപ്പിച്ചു. ടേണിംഗ്സ് MD KV രാജൻ, COA ജില്ലാ സെക്രട്ടറി CG ജോസ്, KCCL ഡയറക്ടർ VP ബിജു തുടങ്ങിയവർ സംസാരിച്ചു. KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ C സുരേഷ് കുമാർ കേരള വിഷന്റെ ടൂറിസം പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. KCCL ചീഫ് ഓഫ് ഓപ്പറേഷൻസ് N പത്മകുമാർ, ടെക്നിക്കൽ ഹെഡ് മനു മധുസൂദനൻ, OTT IPTV പ്രതിനിധി CR രാഹുൽ തുടങ്ങിയവർ വിവിധ പദ്ധതികൾ അവതരിപ്പിച്ചു. സംസ്ഥാനത്ത് 4 സോണുകളിലായി ബിസിനസ് മീറ്റ് സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച ബിസിനസ് മീറ്റിൽ നിരവധി കേബിൾ ഓപ്പറേറ്റർമാർ പങ്കെടുത്തു. TCV തൃശൂർ. പന്നിത്തടം INTUC യൂണിയൻ തൊഴിലാളി ജോലി സ്ഥലത്ത് കുഴഞ്ഞു വീണ് മരിച്ചു.
ചെറുമനേങ്ങാട് മടപ്പാട്ട് പറമ്പിൽ 52 വയസ്സുള്ള സിദ്ദീഖാണ് മരിച്ചത്. ഉടൻ തന്നെ സഹപ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. പെരിഞ്ഞനത്ത് ചായക്കടയിൽ അതിക്രമിച്ചു കയറി വാളുമായി വധഭീഷണി മുഴക്കിയ കേസിലെ പ്രതികളെ കയ്പമംഗലം പോലീസ് പിടികൂടി. പെരിങ്ങോട്ടുകര സ്വദേശി വടക്കേക്കുന്നത്ത് വീട്ടിൽ അരുൺ, പ്രായപൂർത്തിയാകാത്ത സുഹൃത്ത് എന്നിവരാണ് പിടിയിലായത്. അരുണിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കി. പെരിഞ്ഞനം കട്ടൻ ടീ ഷോപ്പിലായിരുന്നു സംഭവം. കടയിൽ വെച്ച് സിഗരറ്റ് വലിച്ച പ്രതികളോട് കടയുടമ പുറത്തു പോകാൻ ആവശ്യപ്പെട്ടതിന്റെ വൈരാഗ്യത്താൽ പ്രതി വാളുമായി കടയ്ക്കുള്ളിലേക്ക് അതിക്രമിച്ചു കയറി ഉടമ വിനയകുമാറിന് നേരെ വധഭീഷണി മുഴക്കുകയായിരുന്നു. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SHO ബിജിത്ത്, GSI രമേശ്, GSF CPOമാരായ ജോസഫ്, സുനിൽകുമാർ, സിനോജ്, രജനീഷ്, പ്രജിത്ത് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ വിയ്യൂർ പോലീസ് അറസ്റ്റ് ചെയ്ത വേലൂർ വേങ്ങലശ്ശേരി മണിമലർക്കാവ് ക്ഷേത്രം മേൽശാന്തി വൈക്കം നാരായണൻ നമ്പൂതിരിയെ തലസ്ഥാനത്ത് നിന്ന് നീക്കിയതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. 95 ഗ്രാം സ്വർണം ടേക്ക് ഓവർ ചെയ്യാനെന്ന വ്യാജേന വിയ്യൂരിലെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും 9 ലക്ഷത്തിലധികം രൂപ തട്ടിപ്പ് നടത്തിയ കേസിലാണ് ഇയാൾ അറസ്റ്റിലായത്. കേസിൽ 3 പ്രതികൾ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. കഴിഞ്ഞ 12 വർഷമായി മണിമലർക്കാവ് മേൽശാന്തിയായി നാരായണൻ നമ്പൂതിരി സേവനമനുഷ്ഠിക്കുകയാണ്. ഈ കാലയളവിൽ അദ്ദേഹത്തിനെതിരെ പൂജാകാര്യങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ ഭക്തരുടെ ഭാഗത്തുനിന്ന് യാതൊരു പരാതികളും ഉണ്ടായിരുന്നില്ല. രേഖപ്രകാരം ഒരു പരാതിയും ക്ഷേത്രം കമ്മിറ്റിക്കോ ട്രസ്റ്റിനോ ലഭിച്ചിട്ടുമില്ല. വർഷം തോറും അദ്ദേഹത്തിന് അനുവദിക്കുന്ന ലീവിന്റെ ഭാഗമായി ജൂൺ 10-ാം തീയതി മുതൽ 1 മാസത്തെ അവധിയിലാണ്. സംഭവം അറിഞ്ഞപ്പോൾ ക്ഷേത്ര കമ്മിറ്റിയും മാതൃസമിതിയും അടിയന്തരമായി യോഗം ചേരുകയും ക്ഷേത്രം മേൽശാന്തി സ്ഥാനത്ത് നിന്ന് അന്വേഷണ വിധേയമായി മാറ്റി നിർത്തുവാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് ക്ഷേത്ര കമ്മിറ്റിയും ട്രസ്റ്റും വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. താമസ സ്ഥലത്ത് അതിക്രമിച്ചു കയറി യുവതിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ ഇതര സംസ്ഥാന തൊഴിലാളിയെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. അസം സ്വദേശി നൽകിയ പരാതിയിൽ മുർഷിദാബാദ് സ്വദേശി അബൂബ മണ്ഡലിനെയാണ് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ജില്ലയിലെ മികച്ച 2ാമത്തെ സഹകരണ ബാങ്കായി കടവല്ലൂർ സർവീസ് സഹകരണ ബാങ്കിനെ തിരഞ്ഞെടുത്തു. വരടിയം സർവീസ് സഹകരണ ബാങ്കിനാണ് 1ാം സ്ഥാനം. കൂനമുച്ചി ബാങ്കിന് 3ാം സ്ഥാനവും ലഭിച്ചു. ജില്ലയിലെ മികച്ച ബാങ്കിനുള്ള 2ാം സ്ഥാനം ലഭിച്ചതിൽ അഭിമാനവും സന്തോഷവുമുണ്ടെന്ന് ബാങ്ക് പ്രസിഡന്റ് MK മോഹനൻ പറഞ്ഞു. 2006 വരെയുള്ള UDFന്റെ ഭരണകാലത്ത് നഷ്ടത്തിലായിരുന്ന ബാങ്ക് LDF ഭരണത്തിലെത്തിയ ശേഷമാണ് ഇപ്പോഴത്തെ ഉയർച്ചയിലെത്തിയത്. സഹകാരികളുടെയും ജീവനക്കാരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ് ഈ അംഗീകാരത്തിന് അർഹത നേടിയതെന്നും പ്രസിഡന്റ് പറഞ്ഞു. കടപ്പുറം പുന്നയൂർക്കുളം പഞ്ചായത്തുകളിലെ സുനാമി ഉന്നതികളുടെ നവീകരണം സംബന്ധിച്ച് NK അക്ബർ MLAയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. സുനാമി വീടുകളിൽ പൂർണ്ണമായി തകർന്നവ പുനർനിർമ്മിക്കുന്നതിനും അല്ലാത്തവ നവീകരിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും യോഗത്തിൽ തീരുമാനമായി. കടപ്പുറം സുനാമി ഉന്നതിയിൽ 224 വീടുകളും പുന്നയൂർക്കുളം സുനാമി ഉന്നതിയിൽ 11 വീടുകളുമാണ് ഉള്ളത്. പുന്നയൂർക്കുളം സുനാമി ഉന്നതിയിലെ വീടുകൾ പൂർണ്ണമായും തകർന്ന സാഹചര്യത്തിൽ പുതിയ വീടുകൾ നിർമ്മിക്കാൻ MLA ഫണ്ട് അനുവദിക്കാമെന്ന് MLA അറിയിച്ചു. മറ്റു വീടുകൾ ഉണ്ടായിട്ടും സുനാമി ഉന്നതിയിൽ അനധികൃതമായി താമസിക്കുന്നവരെയും വാടകയ്ക്ക് സുനാമി വീടുകൾ നൽകുന്നവരെയും കണ്ടെത്തി ഒഴിപ്പിക്കുന്നതിന് റവന്യൂ, തദ്ദേശ സ്വയംഭരണം, ഫിഷറീസ് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തുന്നതിനും തീരുമാനമായി. യോഗത്തിൽ കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് VP മനാഫ്, പുന്നയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി, പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റസ്ലാർ റഹീം, ഡെപ്യൂട്ടി കളക്ടർ ബിന്ദു, ചാവക്കാട് തഹസിൽദാർ KT ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. പുഴമണൽ കടത്തു പ്രതി ചെറുതുരുത്തി പോലീസിന്റെ പിടിയിലായി. പാലക്കാട് തൃത്താല സ്വദേശി പല്ലിനാലിൽ വീട്ടിൽ ഹരികൃഷ്ണനാണ് പിടിയിലായത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ദേശമംഗലം ചങ്ങണാങ്കുന്ന് കടവിൽ നിന്നും അനധികൃതമായി കടത്താൻ ശ്രമിച്ച പുഴമണലും ടിപ്പർ ലോറിയും വറവട്ടൂർ സെന്ററിന് സമീപത്തു നിന്നും പോലീസ് പിടിച്ചെടുത്തത്. സംഭവസ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ട പ്രതിയെ ചെറുതുരുത്തി SI ആന്റണി ക്രോംസന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത്. നാലര ഏക്കറോളം വിസ്തൃതിയിലുള്ള അന്തിക്കാട്ടുകുളം മലിനവും ദുർഗന്ധപൂരിതവുമായതോടെ കുളം വറ്റിക്കൽ ആരംഭിച്ചു.
20 HP-യുടെ 3 മോട്ടോറുകൾ ഉപയോഗിച്ചാണ് വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്യുന്നത്. 7 ദിവസം രാവും പകലും പമ്പ് ചെയ്താൽ ഈ കുളം വറ്റിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ഇങ്ങനെ മത്സ്യങ്ങൾ ചത്തുപൊന്നുന്നു എന്നും മലിനജലം കെട്ടിക്കിടക്കുന്നു എന്നും അറിഞ്ഞ ഉടനെ തന്നെ ദേവസ്വം ബോർഡിൽ ഇടപെടാണ്. കുളത്തിലെ വെള്ളം പമ്പ് ചെയ്ത് ശുദ്ധീകരിക്കുന്നതിനാവശ്യമായ പ്രവർത്തനം നടന്നു വരികയാണ്. കുളത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരച്ചില്ലകൾ വെട്ടിമാറ്റുന്നതിന് പഞ്ചായത്ത്, അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് അടിയന്തരമായ നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. ആളുകൾക്ക്, ഭക്തജനങ്ങൾക്കും നാട്ടുകാർക്കും ഉപയോഗിക്കുന്നതിനാവശ്യമായ എല്ലാ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡും അന്തിക്കാട് ഗ്രാമപഞ്ചായത്തും സ്ഥലം MLA-യും കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗീതാ ഗോപി MLA, ദേവസ്വം പ്രസിഡന്റ് K. രവീന്ദ്രൻ, അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ, വൈസ് പ്രസിഡന്റ് സംഗീത ഷിബു എന്നിവർ ശുചീകരണ പ്രവൃത്തികൾ വിലയിരുത്തി. കുളം ശുചീകരിച്ചതിന് ശേഷം വീണ്ടും മലിനമാകാതിരിക്കുന്നതിനുള്ള നടപടികളുമായി MLA-യും ദേവസ്വം ബോർഡും അന്തിക്കാട് പഞ്ചായത്തും സംയുക്തമായി നടപടികൾ സ്വീകരിക്കുമെന്ന് MLA പറഞ്ഞു. തൽക്കാലം മാലിന്യം നിറഞ്ഞ ആ വെള്ളം പമ്പ് ചെയ്ത് നമ്മൾ കാനയിലേക്ക് തുറന്നു വിടുന്നതോടൊപ്പം തന്നെ ചത്തുപൊന്തിയ മീനുകളെ മൊത്തം മാറ്റിക്കൊണ്ട് മറ്റു നടപടികൾ അതിവേഗത്തിലാക്കിയൊക്കെയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയിൽ പ്രസിഡന്റ്. കുളം പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് പ്രാഥമികമായി 2 ലക്ഷം രൂപയാണ് ദേവസ്വം ബോർഡ് അനുവദിച്ചിട്ടുള്ളതെന്നും ഇനിയും തുക ആവശ്യമായി വന്നാൽ അത് അനുവദിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ പറഞ്ഞു. 4 ഏക്കറോളം വിസ്തൃതിയുള്ള ഈ കുളം നൂറുകണക്കിന് ആളുകളുടെ നിത്യ ഉപയോഗത്തിന് ഉപയോഗിച്ചു വരുന്നതാണ്. ദേവസ്വം പ്രസിഡന്റും ഭരണസമിതിയും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ അതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ജലം മാറ്റുന്നതിനുള്ള സംവിധാനം ഇപ്പോൾ ഏർപ്പാടാക്കിയിരിക്കുന്നത്. കൂടുതൽ മാലിന്യങ്ങൾ കുളത്തിൽ വീഴാതിരിക്കാനുള്ള നടപടികൾക്ക് പഞ്ചായത്ത് മുൻകൈയെടുത്ത് അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കും. അന്തിക്കാട് കുളത്തിന്റെ ശോചനീയ സ്ഥിതിയെക്കുറിച്ച് TCV വാർത്ത നൽകിയിരുന്നു. TCV തൃശൂർ. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ചാവക്കാട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് മന്ത്രി റോജി M. ജോൺ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീഷ്മ ബാബുരാജ്, അഡ്വക്കേറ്റ് ഷംസീറ അഷ്റഫ്, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MK ഷഹർബാൻ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി CA വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. 10ാമത് സപ്തദിന ഞാറ്റുവേല മഹോത്സവം ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് വിഷൻ ഇരിങ്ങാലക്കുട ഭാരവാഹികൾ അറിയിച്ചു. പൊറത്തുശ്ശേരി, കോട്ടപ്പാടത്തും മഡ് റേസ്, മഡ് ഫുട്ബോൾ എന്നീ മത്സരങ്ങൾ നടക്കും. കേരള പോലീസ് ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ വിപിൻ തോമസ് ഉദ്ഘാടനം നിർവഹിക്കും. 9-ന് റീൽസ് മത്സരം സംഘടിപ്പിക്കും. 16-ന് രാവിലെ 10-ന് വിഷൻ ഇരിങ്ങാലക്കുട 10ാമത് ഞാറ്റുവേല മഹോത്സവത്തിന് തിരിതെളിയും. 15-ന് രാവിലെ 9:30-ന് കൊടിയേറ്റം നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ജോസ് ജെ ചിറ്റിലപ്പള്ളി, PR സ്റ്റാൻലി, സിമീഷ് സാഹു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകൾ തുടരുന്നു. 35 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നടപ്പാക്കിയ പൊരുന്നുചിറ നവീകരണത്തിൽ അഴിമതിയുണ്ടെന്നാരോപിച്ച് BJP ആളൂർ മേഖലാ കമ്മിറ്റി പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. BJP സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് PS സുബീഷ് ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം KS വിഷ്ണു അധ്യക്ഷത വഹിച്ചു. PS സുനീഷ്, ജില്ലാ സെക്രട്ടറി അഖിലാഷ്, PV ലാലു, കർഷക മോർച്ച ജില്ലാ സെക്രട്ടറി സുനിലൻ പിനിക്കൽ, അജീഷ് അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. പറക്കാട് വെൽഫെയർ അസോസിയേഷന്റെ 16ാമത് വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ച് അംഗങ്ങൾക്കുള്ള സൗജന്യ കർക്കിടക കഞ്ഞിക്കിറ്റ് വിതരണം നടന്നു. MLA പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് ഡോക്ടറേറ്റ് നേടിയ കിരൺ പ്രകാശിനെ ചടങ്ങിൽ അനുമോദിച്ചു.
വാർഡ് മെമ്പർമാരായ സനിൽ കുന്നത്തുള്ളി, പ്രസാദ് വാഗ, പറക്കാട് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികളായ പരമേശ്വരൻ തച്ചംകുളം, PS സുഷീർ, VP വിശ്വനാഥൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വിഖ്യാത കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി പുസ്തകത്തിലെ പഴയ ബേപ്പൂർ മുറ്റത്തെ വിദ്യാലയ മുറ്റത്തേക്ക് പുനരാവിഷ്കരിച്ച് പാവറട്ടി ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിലെ കുരുന്നുകൾ. ഫാദർ പ്രവീൺ പോൾ ബഷീറിയൻ ഓർമ്മകളുടെ അവതരണം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപിക PP പ്രിൻസി അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരൻ റാഫി നീലങ്കാവിൽ, അധ്യാപകരായ പ്രിൻസ് പോൾ, സിമി ജോസ് പോൾ, ഫ്രാൻസി ജോൺ, ആൻസി സിജോ, MK സീന എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഫിഷറീസ് വകുപ്പിന്റെ മൺസൂൺ മത്സ്യസമൃദ്ധി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചാവക്കാട് നഗരസഭയുടെ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടന്നു. മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭാ ചെയർമാൻ AH അക്ബർ അധ്യക്ഷത വഹിച്ചു. ഫിഷറീസ് വകുപ്പ് തൃശൂർ ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ്, വിവിധ വാർഡ് കൌൺസിലർമാരായ P യതീന്ദ്രദാസ്, PV വിശ്വംഭരൻ, KV ശശി, സുജാത, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ രേഷ്മ R നായർ തുടങ്ങിയവർ പങ്കെടുത്തു. RJD ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സോഷ്യലിസ്റ്റ് നേതാവ് സാൻഡർ K തോമസിന്റെ 14ാം അനുസ്മരണ ദിനം ആചരിച്ചു. RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മോറേലി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് പോൾ പുല്ലൻ അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ SP രവി, ജില്ലാ സെക്രട്ടറി ജോർജ് V ഐനിക്കൽ, ഹസീന നിഷാദ്, NC ബോബൻ, സാബു തെക്കൻ, ജോസഫ് കർത്തനാടൻ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നും ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിന്റെ പണി ഉടൻ പൂർത്തിയാക്കണമെന്നും ആവശ്യപ്പെട്ട് CPI ലോക്കൽ കമ്മിറ്റി മതിലകം വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. CPI മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ER ജോഷി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം MD സുരേഷ്, ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി PK റഹീം, മഹിളാ സംഘം മണ്ഡലം ജോയിന്റ് സെക്രട്ടറി രാജി ജോഷി തുടങ്ങിയവർ പങ്കെടുത്തു. കേരള പ്രദേശ് ചാരായ തൊഴിലാളി മസ്ദൂർ സംഘം BMS സ്റ്റേറ്റ് കമ്മിറ്റി യോഗം തൃശൂരിൽ ചേർന്നു. MB സുധീഷിന്റെ അധ്യക്ഷതയിൽ BMS ഓഫീസിൽ ചേർന്ന യോഗത്തിൽ ഫെഡറേഷൻ സംസ്ഥാന ട്രഷറർ VN രവീന്ദ്രൻ, സംസ്ഥാന സമിതി അംഗം KN വിജയൻ, AC കൃഷ്ണൻ, K ഹരീഷ്, TV ഗിരിജൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാരായ തൊഴിലാളികളുടെ നിലവിലുള്ള 3 കേസ് ഹൈക്കോടതിയിൽ നടത്തുന്നതിനോടൊപ്പം ഗവൺമെന്റിനും മുഖ്യമന്ത്രിക്കും എക്സൈസ് വകുപ്പ് മന്ത്രിക്കും നിവേദനം നൽകാനും യോഗം തീരുമാനിച്ചു. +1 പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി തൃശൂർ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാൻ കിക്ക് ഓഫ് ചെയ്ത് പത്മശ്രീ IM വിജയൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ തേറമ്പിൽ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ പത്മജ, PTA ഭാരവാഹികൾ, വിവേകോദയം സമാജം ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ബഹുമാനപ്പെട്ട മാനേജർ ശ്രീ തേറമ്പിൽ രാമകൃഷ്ണൻ സാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായുള്ള പരിപാടികൾ ഇനിയുമുണ്ട്. നമ്മുടെ ഈ പരിപാടിയിൽ എത്തിച്ചേരുന്നതിന് ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന പത്മശ്രീ IM തളിക്കുളം GVHSS സ്കൂളിലെ ഹയർ സെക്കൻഡറി പ്രവേശനോത്സവം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI സജിത ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് MS സജീഷ് അധ്യക്ഷത വഹിച്ചു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ PP ഷിജി, വാർഡംഗം ബാബു വല്ലത്ത്, സുഭാഷ് ചന്ദ്രൻ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ MA ആശ, പ്രധാനാധ്യാപിക അബ്സത്ത് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി കരിയന്നൂരിൽ സ്കൂൾ കുട്ടികളെ കയറ്റിപ്പോയിരുന്ന വാഹനത്തെ ഇടിച്ച കാർ നിർത്താതെ പോയതായി പരാതി. വെള്ളറക്കാട് സ്വദേശി ജാക്സന്റെ ഓട്ടോ ടാക്സിയിലിടിച്ച കറുത്ത നിറത്തിലുള്ള ആൾട്ടോ കാറാണ് നിർത്താതെ പോയത്. എരുമപ്പെട്ടി സ്കൂളിൽ നിന്നുള്ള കുട്ടികളെയും കൊണ്ട് വെള്ളറക്കാട് ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോ ടാക്സിയെ കരിയന്നൂരിൽ വെച്ചാണ് കാർ ഇടിച്ചത്. എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. ഗുരുവായൂർ നെന്മിനിയിൽ പ്ലാസ്റ്റിക് പാത്രം മുഖത്ത് കുടുങ്ങി ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ മണിക്കൂറുകളോളം ബുദ്ധിമുട്ടിയ തെരുവ് നായ്ക്ക് സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ രക്ഷകനായി. നിർമ്മാണ സ്ഥലത്ത് തൊഴിലാളികൾ വെച്ചിരുന്ന പ്ലാസ്റ്റിക് പാത്രത്തിനുള്ളിൽ വെള്ളം കുടിക്കാൻ തലയിട്ട നായയുടെ തലയിൽ പാത്രം കുടുങ്ങുകയായിരുന്നു.
റോഡരികിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം കുടിക്കാൻ ശ്രമിക്കുന്ന നായയുടെ ദയനീയാവസ്ഥ കണ്ട നാട്ടുകാർ വാർഡ് കൌൺസിലർ MV ബിജുവിനെ വിവരമറിയിക്കുകയായിരുന്നു. കൌൺസിലറുടെ നിർദ്ദേശപ്രകാരം സ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ, VV പ്രജിത്ത് എന്നിവർ ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് നായയുടെ മുഖത്തു കുടുങ്ങിയ പ്ലാസ്റ്റിക് പാത്രം സുരക്ഷിതമായി ഊരിമാറ്റിയത്. നിരവധി മയക്കുമരുന്ന് കേസുകളിലെ പ്രതിയായ യുവാവിനെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീമിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. നാട്ടിക ബീച്ച് സ്വദേശി പുഞ്ചപ്പാടത്ത് വീട്ടിൽ വിഷ്ണുവാണ് അറസ്റ്റിലായത്. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ഓട്ടോണമസ് വിമൻ ഡെവലപ്മെന്റ് സെൽ ഉദ്ഘാടനം സൈക്കോളജി കൌൺസിലർ ഡോക്ടർ ശ്രീലക്ഷ്മി പള്ളിപ്പാട്ട് നിർവഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ KE കരുണ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ശ്രീലക്ഷ്മി ക്ലാസ് നയിച്ചു. ഡീൻ ഓഫ് അക്കാദമിക്സ് ഡോക്ടർ MB ഷീബ, വിമൻ ഡെവലപ്മെന്റ് സെൽ സ്റ്റുഡന്റ് കൺവീനർ അല ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. വേലുപ്പാടം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനോത്സവവും പ്രതിഭകൾക്ക് ആദരവും സംഘടിപ്പിച്ചു. ഇന്ത്യ റിസർവ് ബറ്റാലിയൻ കമാൻഡന്റ് P. വാഹിദ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് പൂവത്തുകാരൻ അധ്യക്ഷത വഹിച്ചു. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് മീന ധനൻ വിദ്യാർത്ഥികളെ ആദരിച്ചു. പ്രിൻസിപ്പൽ CC ബെസി, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KS ഫവാസ്, പഞ്ചായത്ത് അംഗം അന്തോണി പൊന്നാരി, അസിസ്റ്റന്റ് മാനേജർ ഫാദർ എഡ്വിൻ ഐനിക്കൽ, PTA പ്രസിഡന്റ് ബൈജു വാഴക്കാല തുടങ്ങിയവർ സംസാരിച്ചു. മാള മേലടൂർ ഗവൺമെന്റ് സമിതി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവവും +1 വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവവും നടന്നു. അനമനാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത സജീവൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ അധ്യക്ഷത വഹിച്ചു. +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ധന്യ ദേവദാസ് എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് EP രാജീവ്, പ്രിൻസിപ്പൽ KS ലേഖ, MT റോയ്, ലിലിയാൻ C ഡയസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,440 രൂപ, പവന് 1,07,520 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പെരുമ്പിലാവിൽ മക്കൾക്ക് വിഷം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം ആത്മഹത്യക്ക് ശ്രമിച്ച പ്രതി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. തമിഴ്നാട് സ്വദേശി മുത്തുവാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ടു. പാലപ്പിള്ളി കുണ്ടായിയിൽ കാട്ടാനകളുടെ ആക്രമണത്തിൽ നിന്ന് തോട്ടം തൊഴിലാളികൾ രക്ഷപ്പെട്ടത് തലനാരിഴക്കി. ബൈക്കിൽ പോയിരുന്ന വാച്ചർ സജീവൻ, ടാപ്പിംഗ് തൊഴിലാളി റഷീദ് എന്നിവരാണ് ആനയുടെ മുമ്പിൽ അകപ്പെട്ടത്. മാതാമംഗലം വെള്ളക്കാരെ തടുത്ത് വീണ്ടും കാട്ടാന ഇറങ്ങി. കൊരട്ടിയിൽ കടവരാന്തയിൽ നിന്നിരുന്ന യുവാവിനെ പോലീസ് അകാരണമായി മർദ്ദിച്ച സംഭവം. തൃശൂർ റൂറൽ പോലീസ് മേധാവിയോട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം. കുന്നംകുളം വടുതല ഗവൺമെന്റ് UP സ്കൂളിൽ ഭീമൻ കടന്നൽക്കൂട്. മേൽക്കൂരയിലെ ഷീറ്റിനോട് ചേർന്നാണ് കടന്നൽക്കൂട് കണ്ടെത്തിയത്. ITO ബാങ്കിന്റെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിക്ഷേപകർ ഇരിങ്ങാലക്കുട ഹെഡ് ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. പ്രതിസന്ധി മൂലം ദുരിതത്തിലായ കുടുംബങ്ങൾക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നിക്ഷേപകർ കേന്ദ്രമന്ത്രിക്ക് നിവേദനം നൽകി.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.